Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാസീവ് വോയിസിലെ വെർബിന് രണ്ട് ഒബ്ജക്റ്റ് വരുന്ന കേസ്. വെർബിൽ രണ്ട് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പാസീവ് വോയിസ് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ നമുക്ക് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് വെർബിന് എന്തായാലും ഒബ്ജക്റ്റ് വരണം. അങ്ങനെ ഒബ്ജക്റ്റ് വരുന്ന കേസാണ് ട്രാൻസിറ്റീവ്. ഒബ്ജക്റ്റ് വരാത്ത കേസാണെങ്കിൽ ഇൻട്രാൻസിറ്റീവ്. ഇനി അതല്ല, ഒബ്ജക്റ്റ് രണ്ട് ഒബ്ജക്റ്റ് വരുന്ന വെർബുകൾ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് നേരെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ദ ഫാർമർ ഗേവ് ഹെർ ആൻ ഓൾഡ് പ്ലോ. ഇതൊരു എക്സാമ്പിളാണ്. കർഷകർ അവൾക്ക് ഒരു പഴയ കലപ്പ നൽകി. ദ ഫാർമർ ഗേവ് ഹർ, കർഷകൻ അവൾക്ക് നൽകി. ആൻ ഓൾഡ് പ്ലോ, ഒരു പഴയ കലപ്പ. ദ ഫാർമർ ഗേവ്, കർഷകൻ നൽകി. ആർക്ക്? ഹെർ, അവൾക്ക്. അതൊരു ഒബ്ജക്റ്റ്. എന്ത്? ആൻ ഓൾഡ് പ്ലോ. അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് വന്നു. ഇതിൽ ഒരു ഒബ്ജക്റ്റ് ഹെർ എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഓൾഡ് പ്ലോ എന്നുള്ളതാണ്. ഇനി നോക്കൂ, ദ വെർബ് ഗേവ് ഹാസ് ടു ഒബ്ജക്ട്സ്. ഇവിടെ ഗേവ് എന്ന് പറയുന്ന വെർബിന് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഹെർ എന്നുള്ളതും ആൻഡ് ആൻ ഓൾഡ് പ്ലോ എന്നുള്ളതും. ഹെർ ഈസ് ദ പേഴ്സണൽ ഓർ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഹെർ എന്നുള്ളതിനെ നമുക്ക് പേഴ്സണൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം, ഹെർ എന്നുള്ളത്. എന്നാൽ ഓൾഡ് പ്ലോ എന്നുള്ളത് ഈസ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്തായിരിക്കും? പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് പേഴ്സണൽ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സെന്റൻസിനെ നമുക്ക് രണ്ട് പാസീവ് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ രണ്ട് ഒബ്ജക്റ്റ്, രണ്ട് പാസീവ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ ആണ് ഇത്, ഷീ വാസ് ഗിവൺ ആൻ ഓൾഡ് പ്ലോ ബൈ ദ ഫാർമർ. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതായത് പേഴ്സണൽ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു. ഹെർ എന്നുള്ളത് സബ്ജക്റ്റ് ആയി വന്നപ്പോൾ ഷീ എന്ന് വന്നു. ഇനി ആൻ ഓൾഡ് പ്ലോ എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ആൻ ഓൾഡ് പ്ലോ വാസ് ഗിവൺ ടു ഹെർ ബൈ ദ ഫാർമർ. അപ്പൊ ഇത്തരത്തിൽ രണ്ട് രീതിയിൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സംശയം ഉണ്ടായിരിക്കും, നമ്മൾ ഇതിൽ ഏത് രീതിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അതായത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണോ, ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണോ, അതോ രണ്ടും പാടെ എഴുതി വെക്കണോ? ഇതിന് മറുപടിയാണ് എന്ത്? ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ യൂഷ്വലി ദ പേഴ്സണൽ ഒബ്ജക്റ്റ് ഈസ് ടേക്കൺ ആസ് ദ സബ്ജക്റ്റ് ഇൻ ദ പാസീവ് വോയിസ്. നമ്മൾ പാസീവ് വോയിസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പേഴ്സണൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റിയാൽ മതി. എക്സാമ്പിൾസ് നോക്കൂ. ഷീ ഷോവ്ഡ് മീ എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ്. മീ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് എന്നുള്ളത് ഡയറക്റ്റ്. ആൻസർ എഴുതുമ്പോൾ നമ്മൾ മീ എന്നുള്ളതിനെ ഒബ്ജക്റ്റ് ആക്കി എടുക്കണം. അപ്പൊ ആൻസർ ഇങ്ങനെ വരിക, ഐ വാസ് ഷോൺ എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ബൈ ഹെർ. അടുത്ത എക്സാമ്പിൾ, ഐ സെൻഡ് ഹെർ ടു എ സ്റ്റേഷനറി ഷോപ്പ്. ഇവിടെ ഐ സെൻഡ് ഹെർ, ഹെർ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, എ സ്റ്റേഷനറി ഷോപ്പ് ഡയറക്റ്റ്. ആൻസർ ഇങ്ങനെ വരിക, ഷീ വാസ് സെൻഡ് ടു എ സ്റ്റേഷനറി ഷോപ്പ് ബൈ മീ. ഷീ വാസ് സെൻഡ് ടു എ സ്റ്റേഷനറി ഷോപ്പ് ബൈ മീ. ഇത് നോക്കൂ, പാസീവിന്റെ കേസിൽ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് വന്നാൽ
അതായത് ഒരു ഒബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒബ്ജക്റ്റ് വരുമ്പോൾ അത് ഇൻഡയറക്റ്റും ഡയറക്റ്റും. ഇനി ഒരു ഒബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ട് കോംപ്ലിമെന്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് വരുന്നു, ആ ഒബ്ജക്റ്റിന് ശേഷം ആ ഒബ്ജക്റ്റിന്റെ കംപ്ലീഷനായിട്ട് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്താണോ അതിനെ മുഴുവനാക്കുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വരുന്നതിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കൂ, കോംപ്ലിമെന്റിന് ഒരു എക്സാമ്പിൾ കേട്ടോ. വി കൺസിഡേർഡ് ഹെർ, ഞങ്ങൾ അവളെ പരിഗണിക്കുന്നു. ഇവിടെ ഹെർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഇനി ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ വി കൺസിഡേർഡ് ഹെർ, ഞങ്ങൾ അവളെ പരിഗണിച്ചു എന്തായിട്ട് എന്ന് കൂടി പറഞ്ഞാലേ സെന്റൻസ് കംപ്ലീറ്റ് ആവും. അപ്പൊ അതാണ് പറയുന്നത്, ഞങ്ങൾ അവളെ പരിഗണിച്ചു എന്തായിട്ട്. അവൾ ആ ഒബ്ജക്റ്റ് പൂർത്തിയാവണമെങ്കിൽ എന്തായിട്ട് എന്ന് കൂടി പറയണം. അതായത് വി കൺസിഡേർഡ് ഹെർ എ സ്കോളർ. അപ്പൊ അവിടെ കംപ്ലീറ്റ് ആയി. ഒരു സ്കോളർ ആയിട്ട് ഞങ്ങൾ അവളെ പരിഗണിച്ചു. അപ്പൊ സ്കോളർ എന്നുള്ളത് വന്നാലേ ഹെർ എന്നുള്ള ഒബ്ജക്റ്റ് അവിടെ പൂർണ്ണമാവും. അതുകൊണ്ടാണ് നമ്മൾ സ്കോളർ എന്നുള്ളതിനെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇനി in some sentences the object complement is followed by an object. in some sentences ചില വാചകങ്ങളിൽ object is followed by an object complement. ഒബ്ജക്റ്റിന് ശേഷം ഇതുപോലെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് വരും. എന്താണ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്? ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് റെഫേഴ്സ് ടു എ നൗൺ ഓർ ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് എന്താണ് എന്ന് വിശദീകരിച്ച് തരുന്നതാണ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. അപ്പൊ ഒബ്ജക്റ്റ് എന്താണെന്നുള്ള വിശദീകരണം, ആ ഒരു വിശദീകരണം ഇവിടെ നമ്മൾ പറഞ്ഞു. ഐ കൺസിഡേർഡ് ഹെർ, അവളെ കൺസിഡർ ചെയ്തു. അത് എന്തായിട്ട് അറിയണമെങ്കിൽ, ഹെർ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതിന്റെ ബാക്കി വേണം. ആ ബാക്കി വരുന്നതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതായത് റെഫേഴ്സ് ടു എ നൗൺ. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ നൗൺ ഓർ ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന നൗണിനെയോ അഡ്ജക്റ്റീവിനെയോ ആണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമ്മൾ എക്സാമ്പിൾ ഏതാ എക്സാമ്പിള്? വി കൺസിഡേർഡ് ഹെർ എ സ്കോളർ, ഞങ്ങൾ അവളെ സ്കോളർ ആയിട്ട് പരിഗണിച്ചു. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒബ്ജക്റ്റ് ഹെർ എന്നുള്ളതാണ്. നമ്മൾ മാറ്റുമ്പോൾ ഒബ്ജക്റ്റിനെയാണ് സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റിനെ അല്ല. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. എങ്ങനെ ആൻസർ വരിക? ഇവിടെ വി കൺസിഡേർഡ് ഹെർ, ഹെർ എന്നുള്ളത് ഇപ്പുറത്തേക്ക് എടുക്കാം. അത് ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? ഷീ. അപ്പോ വി കൺസിഡേർഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് വാസ് ചേർക്കുക. ഷീ വാസ് കൺസിഡേർഡ്, ഷീ വാസ് കൺസിഡേർഡ് എ സ്കോളർ. ഇനി ഒബ്ജക്റ്റ്, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതുക ബൈ അസ്. ഷീ വാസ് കൺസിഡേർഡ് എ സ്കോളർ ബൈ അസ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ദിസ് ബുക്ക് മെയ്ഡ് ദ റൈറ്റർ ഫേമസ്. ദിസ് ബുക്ക് മെയ്ഡ് ദ റൈറ്റർ. ഇവിടെ റൈറ്റർ എന്നുള്ളതാണ് എന്ത്? ഒബ്ജക്റ്റ്. ഫേമസ് എന്നുള്ളത് കോംപ്ലിമെന്റ്. അപ്പൊ ആൻസർ ദ റൈറ്റർ വെച്ച് തുടങ്ങണം. സെന്റൻസ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എങ്ങനെ വരിക? ദ റൈറ്റർ വാസ് മെയ്ഡ് ഫേമസ് ബൈ ദിസ് ബുക്ക്. അടുത്തത് ദ പോലീസ് ഫൗണ്ട് ദ ഗോഡ് സ്ലീപ്പിംഗ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ? ഗോഡ്. ദ ഗോഡ് എന്നുള്ളത്, സ്ലീപ്പിംഗ് എന്നുള്ളത് എന്താ? കോംപ്ലിമെന്റ്. അപ്പൊ ആൻസർ തുടങ്ങാം. ദ ഗോഡ് വാസ് ഫൗണ്ട്. ദ ഗോഡ് വാസ് ഫൗണ്ട് സ്ലീപ്പിംഗ് ബൈ ദ പോലീസ്. ഇനി
പാസീവ് ഇൻഫിനിറ്റീവ് എന്നുള്ളതാണ്. അടുത്ത എന്താണ്? പാസീവ് ഇൻഫിനിറ്റീവ്. പാസീവ് ഇൻഫിനിറ്റീവ് ഈസ് കോമൺലി യൂസ്ഡ് ആഫ്റ്റർ മോഡൽ വേർബ്സ് ടു ഇൻഡിക്കേറ്റ് എ പോസിബിലിറ്റി. അതായത് പാസീവ് ഇൻഫിനിറ്റീവ് ഫോം ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. അപ്പൊ നോക്കൂ, പാസീവ് ഇൻഫിനിറ്റീവ് എന്നുള്ളത് വെർബിന്റെ ഒന്നാമത്തെ രൂപത്തെയാണ് എന്ത് വിളിക്കുന്നത്? പാസീവ് ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത്. വെർബിന്റെ ഒന്നാമത്തെ രൂപം കേട്ടോ, വെർബിന്റെ ഒന്നാമത്തെ രൂപത്തെയാണ് വിളിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടു എന്നുള്ള രൂപമാണ്, ടു എന്നുള്ള രൂപം. ഇനി പാസീവ് ഇൻഫിനിറ്റീവ് ഈസ് കോമൺലി യൂസ്ഡ് ആഫ്റ്റർ മോഡൽ വേർബ്സ് ടു ഇൻഡിക്കേറ്റ് പോസിബിലിറ്റി. സാധാരണ മോഡൽ വേർബ്സ്, മോഡൽ ഓക്സിലറീസിന് ശേഷമാണ് ഇത് സാധ്യതയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ടു ബി അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, വെർബിന്റെ മൂന്നാമത്തെ രൂപം. നമുക്കൊരു ആക്റ്റീവ് നോക്കാം, ഒരു എക്സാമ്പിൾ, എന്നാലും നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. ഇവിടെ ഷീ എന്നുള്ളത് എന്താ? സബ്ജക്റ്റ്, അത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഹാസ് ടു കംപ്ലീറ്റ് എന്നുള്ളത് എന്താണ്? വെർബാണ്, അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ആണ്. ഇനി ദിസ് ടാസ്ക് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്, അതാണ് സബ്ജക്റ്റ് ആയിട്ട് മാറേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ദിസ് ടാസ്ക് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ദിസ് ടാസ്ക്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ചെയ്യേണ്ടത് ടു ബി എന്നാക്കണം. അതായത് ടു പ്ലസ് ഇൻഫിനിറ്റീവിനെ ടു ബി ആക്കണം കേട്ടോ. അപ്പൊ ദിസ് ടാസ്ക് ഹാസ് ടു ബി, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, കംപ്ലീറ്റഡ് ബൈ ഹെർ, സബ്ജക്റ്റ്. ഒന്ന് കംപ്ലീറ്റ് ആയി പറയാം. ദിസ് ടാസ്ക് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ബൈ ഹെർ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാം. ഈച്ച് സ്റ്റുഡന്റ് ഹാസ് ടു ലേൺ എ ഫോറിൻ ലാംഗ്വേജ്. ഇതിൽ ഒബ്ജക്റ്റ് ഏതാ? എ ഫോറിൻ ലാംഗ്വേജ്. അപ്പൊ അത് വെച്ച് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്തോളൂ. എ ഫോറിൻ ലാംഗ്വേജ്, പിന്നെ ഹാസ്. കാരണം ഫോറിൻ ലാംഗ്വേജ് എന്നുള്ളത് സിംഗുലർ ആണ്, അപ്പൊ ഹാസിനെ മാറ്റണ്ട. ഹാസ്. പിന്നെ ടു ലേൺ എന്നുള്ളതാ. ടു ലേൺ എന്നുള്ളത് ഹാസ് ടു ബി, ലേൺ എന്നുള്ളതിനെ V3ക്ക് മാറ്റണം. അപ്പൊ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു നോക്കാം. എ ഫോറിൻ ലാംഗ്വേജ് ഹാസ് ടു ബി ലേൺഡ്, V3. ലേൺഡ് സബ്ജക്റ്റ് ബൈ ഈച്ച് സ്റ്റുഡന്റ്. ഓക്കെ. ഇനി അടുത്തത് യൂസ് ഓഫ് അതർ പ്രിപ്പോസിഷൻസ് ഇൻ പാസീവ് ഇൻഫിനിറ്റീവ്. ഇനി പാസീവിൽ വരുന്ന മറ്റു പ്രിപ്പോസിഷൻസ് വേറെ ഏതൊക്കെ വരും എന്നുള്ളതാണ് നമുക്ക് നോക്കാം. നോക്കൂ, we have already learned that the verb in the passive voice should be followed by doer. ഇത് നമ്മൾ പഠിച്ചതാണ്. അതായത് ആക്റ്റീവിലെ സബ്ജക്റ്റ്, അതാണ് ഡുവർ. ഈ ഡുവർ അല്ലെങ്കിൽ ആക്റ്റീവിലെ സബ്ജക്റ്റിനെ വെർബിന് ശേഷം ബൈ ഇട്ട് എഴുതണം. അതാണ് പാസീവിൽ വരുന്ന ഒരു പ്രിപ്പോസിഷൻ. ബൈ ഇട്ടിട്ട് ഡുവർ എഴുതണം. ഇത് പുതിയ കാര്യമല്ല. എന്നാലൊരു എക്സാമ്പിൾ പറയാം. ദ സെർവന്റ് ഓപ്പൺ ദ ഡോർ. ആൻസർ എങ്ങനെ വരിക? ദ ഡോർ ആണ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് ആക്കൂ. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ദ സെർവന്റ്. ബൈ ദ സെർവന്റ്, ബൈ ദ ഡുവർ. ബൈ ദ സെർവന്റ് എന്നുള്ളത് ഡുവർ, ബൈ ഇട്ട് എഴുതിയതാണ്. ഇനി ഇത് കൂടാതെ, ബൈ കൂടാതെ, there are certain passive forms in which by is replaced by prepositions like in, with, at, to. അപ്പോൾ ബൈ എന്നുള്ളതിന് പകരമായിട്ട് ചില പാസീവുകളിൽ ഇന്ന് വരാം, വിത്ത് വരാം, അറ്റ്, ടു, എക്സെട്ര, ഇതൊക്കെ വരാം. എക്സാമ്പിൾ നോക്കൂ. This box contains old ornaments.
ഈ ബോക്സിനകത്ത് പഴയ ആഭരണങ്ങളുണ്ട്. അപ്പൊ സബ്ജക്റ്റ് ഓൾഡ് ഓർണമെന്റ്സ്. ഈ സെന്റൻസ് പ്രസന്റ് ആണ്, ഓർണമെന്റ്സ് പ്ലൂറൽ ആണ്. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? ഓൾഡ് ഓർണമെന്റ്സ് ആർ കണ്ടെയ്ൻഡ്. ഇനി നമ്മള് സാധാരണ നമ്മൾ എങ്ങനെ എഴുതുക? ബൈ ദിസ് ബോക്സ് എന്നാ എഴുതുക. പക്ഷേ ഇവിടെ ബോക്സ് ആയതുകൊണ്ട്, അതായത് ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഇത്തരമൊരു വസ്തു, ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ബൈ അല്ല ഉപയോഗിക്കുക, ഇന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ആൻസർ ഒന്ന് കംപ്ലീറ്റ് പറഞ്ഞാലോ? ഓൾഡ് ഓർണമെന്റ്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദിസ് ബോക്സ്. അപ്പൊ ഇവിടെ നമ്മൾ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കി എഴുതിയപ്പോ നമ്മൾ ബൈ ഇട്ടല്ല എഴുതിയത്, ഇന്നിട്ടിട്ടാണ് എഴുതിയത്. ഓർത്തു വെക്കുക. ഇനി അടുത്തത്, മിസ്റ്റർ അരുൺ നോസ് ഹെർ. അരുൺ അവളെ അറിയുന്നു. അവ ഹെർ എന്നുള്ള സബ്ജക്റ്റ് അല്ലെ, എന്താ വരിക? ഷീ. സെന്റൻസിന്റെ ടെൻസ് ഏതാ? പ്രസന്റ്. അപ്പൊ അതുകൊണ്ട് ഈസ്. ഷീ ഈസ് നോൺ. ഇനി ഇവിടെ ബൈ മിസ്റ്റർ അരുൺ അല്ല വരിക, പകരം എന്താ വരിക? ടു മിസ്റ്റർ അരുൺ. ടു മിസ്റ്റർ അരുൺ. ഷീ ഈസ് നോൺ ടു മിസ്റ്റർ അരുൺ. മിസ്റ്റർ അരുണിന് അവളെ അറിയുന്നു. അടുത്തത്, ദാറ്റ് ന്യൂസ് അലാംഡ് അസ്. ആ വാർത്ത നമ്മളെ ഭയപ്പെടുത്തി. അസ് എന്നുള്ളതാണ് എന്ത്? സബ്ജക്റ്റ്. അപ്പൊ എങ്ങനെയാ വരിക? വി. ഇനി സെന്റൻസ് അലാംഡ് പാസ്റ്റ് ആണ്, മാത്രമല്ല വി എന്നുള്ളത് പ്ലൂരൽ ആണ്. സോ വേർ ഉപയോഗിക്കണം. വി വേർ അലാംഡ്. നമ്മൾ സാധാരണ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? വി വേർ അലാംഡ് ബൈ ദാറ്റ് ന്യൂസ് എന്ന് എഴുതും. പക്ഷേ ബൈ അല്ല, അറ്റ് ദ ന്യൂസ്. അറ്റ് എന്നുള്ളത് ബൈ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തു. എന്ത് കൊടുക്കണം? അറ്റ് കൊടുക്കണം. ഓക്കെ. ഇനി ചേഞ്ചിങ് ഇമ്പറേറ്റീവ് സെന്റൻസസ് ഇൻ ടു പാസീവ്. അടുത്ത നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസിനെ പാസീവ്ക്ക് മാറ്റുകയാണ്. അതായത് റിക്വസ്റ്റ് ഓർ കമാൻഡിനെ. അപ്പൊ ഇതിനൊരു പ്രത്യേക സ്ട്രക്ചർ പഠിക്കണം, ഒരു ഘടന. നമ്മൾ പഠിച്ചോളൂ. അതായത് നമ്മൾ ആദ്യം ലെറ്റ് എഴുതണം. ലെറ്റിന് ശേഷം ഒബ്ജക്റ്റ് എഴുതണം. അതിനുശേഷം ബി എഴുതണം, ബി ഇ. പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. എക്സാമ്പിൾ നോക്കൂ. പ്ലീസ് പോസ്റ്റ് ദിസ് ക്രിസ്മസ് കാർഡ്. ആദ്യം നമ്മൾ ലെറ്റ് എഴുതി. ലെറ്റിന് ശേഷം ഒബ്ജക്റ്റ്, അതായത് ദിസ് ക്രിസ്മസ് കാർഡ്. ലെറ്റ് ദിസ് ക്രിസ്മസ് കാർഡ്. പിന്നെ നമ്മൾ ബി എഴുതണം, ബി. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ രൂപം പോസ്റ്റഡ്. അപ്പൊ ലെറ്റ് ദിസ് ക്രിസ്മസ് കാർഡ് ബി പോസ്റ്റഡ്. ഇനി അടുത്തത് ഓപ്പൺ ദ വിൻഡോസ്. ഓപ്പൺ ദ വിൻഡോസ്. ആദ്യം ലെറ്റ്, അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഒബ്ജക്റ്റ്. ലെറ്റ് ദ വിൻഡോസ്, പിന്നെ ബി എഴുതുക. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ രൂപം. അപ്പൊ ബി ഓപ്പൺഡ്. ലെറ്റ് ദ വിൻഡോസ് ബി ഓപ്പൺഡ്. അടുത്ത എക്സാമ്പിൾ, ഡോണ്ട് ടീസ് ഹിം. ഡോണ്ട് ടീസ് ഹിം. ആദ്യം എഴുതേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഡോണ്ടിലെ ഡു വേണ്ട, നോട്ട് മാത്രം മതി. ആ ഡു ഒഴിവാക്കിക്കോളും. എന്നിട്ട് നമ്മുടെ ഫോർമാറ്റ് ലെറ്റ് അല്ലേ. ലെറ്റിന് ശേഷം എന്താ വേണ്ടത്? ലെറ്റിന് ശേഷം നമ്മൾ എഴുതേണ്ടത്, നമ്മൾ ഒബ്ജക്റ്റിനെയാണ് എഴുതേണ്ടത്. ഏതെഴുതേണ്ടത്? ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ രൂപത്തിലാണ് എഴുതേണ്ടത്. അതായത് ഈ സെന്റൻസിൽ ഡോണ്ട് ടീസ് ഹിം എന്ന ആ ഹിം എന്നുള്ളത് ഹീന്ന് മാറ്റണ്ട. സബ്ജക്റ്റ് ആക്കിയിട്ടല്ല എഴുതുന്നത്, ഒബ്ജക്റ്റ് ആക്കിയിട്ട് തന്നെയാണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ എഴുതണം, മറക്കരുത്. ലെറ്റ് ഹീന്ന് എഴുതരുത്, ലെറ്റ് ഹിം. ഇനി അതിനുശേഷം ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാ പറയുന്നത്, സബ്ജക്റ്റ് അല്ല. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ബി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പ്രത്യേകം ഓർക്കുക, ആ ബി എന്നുള്ളതിന് മുൻപിലാണ് നോട്ട് ചേർക്കേണ്ടത്. അപ്പോ ലെറ്റ് ഹിം നോട്ട് ബി. ഇനി വെർബിന്റെ മൂന്നാമത്തെ രൂപം ടീസ്ഡ്. അടുത്ത എക്സാമ്പിൾ,
നോക്കൂ, അടുത്ത എക്സാമ്പിൾ വരുന്നത് ലെറ്റസ് ബൈ ദാറ്റ് ഡോൾ. ആ ബൊമ്മ വാങ്ങാം, ആ ഡോള് വാങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ആക്റ്റീവിൽ തന്നെ ലെറ്റ് വരുന്നുണ്ട്. ആക്റ്റീവിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ലെറ്റ് വരുന്ന ഒരു സെന്റൻസ് ആണ്. അതൊന്നും നമുക്ക് വിഷയാക്കണ്ട. നമ്മൾ ആ ലെറ്റ് വന്നാലും നമ്മൾ നമ്മളുടെ ഫോമാറ്റ് കീപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ ലെറ്റ് എഴുതി, ലെറ്റ്, അതിനുശേഷം ഒബ്ജക്റ്റ് അല്ലെ, ലെറ്റസ് ബൈ വെർബ്, അതിനുശേഷം വന്നു ഒബ്ജക്റ്റ് ദാറ്റ് ഡോൾ. അപ്പൊ ഒബ്ജക്റ്റ് ദാറ്റ് ഡോൾ, ലെറ്റ് ദാറ്റ് ഡോൾ, പിന്നെ വേണ്ടത് ബി, V3 അല്ലെ, ലെറ്റ് ദാറ്റ് ഡോൾ ബി അല്ലെ, ബി. പിന്നെന്താ വേണ്ടത്? ബി. വെർബിന്റെ മൂന്നാമത്തെ രൂപം ബോട്ട്. വെർബിന്റെ മൂന്നാമത്തെ രൂപം ഏതാ? ബോട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ അസ് എന്നുള്ളത് ബൈ ഇട്ട് എഴുതാം, ബൈ അസ്. അസ് എന്നുള്ളത് ബൈ ഇട്ട് എഴുതാം. ഇനി നോക്കൂ, ഡോണ്ട് ഇൻസൾട്ട് ഹിം. നോക്കിയാലോ, ഡോണ്ടിനെ പ്രത്യേകം മനസ്സിലാക്കുക, ഡു ഒഴിവാക്കുക. സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്, ലെറ്റിന് ശേഷം ഒബ്ജക്റ്റ് എന്താ വരിക? ലെറ്റ് ഹിം. പിന്നെന്താ വേണ്ടത്? ബി. ബി എന്നുള്ളതിന് മുൻപ് നോട്ട്. ലെറ്റ് ഹിം നോട്ട് ബി ഇൻസൾട്ടഡ്, നോട്ട് ബി ഇൻസൾട്ടഡ്. അടുത്തത് റീഡ് ദീസ് ഡോക്യുമെന്റ്സ് കെയർഫുള്ളി. ആദ്യം എഴുതേണ്ടത് ലെറ്റ്, ഒബ്ജക്റ്റ് ഏതാ? ദീസ് ഡോക്യുമെന്റ്സ്, പിന്നെ ബി, ലെറ്റ് ദീസ് ഡോക്യുമെന്റ്സ് ബി റെഡ് കെയർഫുള്ളി. റെഡ് എന്നുള്ള V3, റെഡ് കെയർഫുള്ളി. ഇനി പ്രത്യേകം ഒന്ന് ഓർക്കേണ്ട കാര്യമാണ് പറയുന്നത്. അതായത് when converting an imperative sentence without an object, നമ്മൾ ഇവിടുത്തെ സ്ട്രക്ചർ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇനി സെന്റൻസ് ഇമ്പരേറ്റീവ് ആണ്, പക്ഷെ അതിൽ എന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്പൺ ദ ഡോർ, ദ ഡോർ എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. അത്തരത്തില് ഒബ്ജക്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു ഇമ്പരേറ്റീവ് ആണെന്ന് വെക്കുക. നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ നമുക്ക് മറ്റൊരു റൂൾ ഉണ്ട്, ഒരു നിയമമുണ്ട്, ശ്രദ്ധിച്ചോളൂ. എന്താണ് നിയമം? അതായത് യു ആർ പ്ലസ്, ആദ്യം നമ്മൾ യു ആർ എഴുതുക, മറക്കരുത്. അതിനുശേഷം ഒന്നുകിൽ ഓർഡേർഡ്, അല്ലെങ്കിൽ റിക്വസ്റ്റഡ്, അല്ലെങ്കിൽ അഡ്വൈസ്ഡ്, നമ്മുടെ സെന്റൻസിന് പറ്റിയത് എഴുതുക. അതിനുശേഷം ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്, ടു ഇൻഫിനിറ്റീവ്, ടു എഴുതിയിട്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപം എഴുതുക. ഒരു എക്സാമ്പിൾ ആണ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്നുള്ളത് ഓർഡർ ആണ്. അപ്പൊ ഇവിടെ ഓർഡേർഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ് ഇല്ലേ, അത് നമുക്ക് ഓർഡേർഡ് എടുക്കാം. അപ്പൊ നമ്മുടെ ഫോർമാറ്റ് നോക്കിയാലോ, യു ആർ ഏതെടുക്കേണ്ടത്? ഓർഡേർഡ് ടു, ഇനി ബേസ് ഫോം ഓഫ് ദി വെർബ്. ഗെറ്റ് ഔട്ട് ഏതന്നെയാണ്? ബേസ് ഫോം ആണ്. അപ്പൊ യു ആർ ഓർഡേർഡ് ടു ഗെറ്റ് ഔട്ട്. ഇനി സ്റ്റഡി വെൽ. സ്റ്റഡി വെൽ എന്നുള്ളത് ഓർഡർ ആണോ? അതൊരു ഉപദേശമാണ്, നന്നായിട്ട് പഠിക്കൂ അല്ലെ, ഉപദേശം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യു ആർ അഡ്വൈസ്ഡ് ടു ബേസ് ഫോം, ടു പ്ലസ് ബേസ് ഫോം ഏതന്നെയാ? സ്റ്റഡി. യു ആർ അഡ്വൈസ്ഡ് ടു സ്റ്റഡി വെൽ. നോക്കൂ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ മാറ്റാന്നുള്ളതാണ്. നോക്കൂ, ഇത്രയും നമ്മൾ പറഞ്ഞത് ഏതാ? ഇമ്പരേറ്റീവ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്വസ്റ്റ് ഓർ കമാൻഡ്. ഇനി നമ്മൾ പറയുന്നത് ഇൻട്രോഗേറ്റീവ് ആണ്, അതായത് ചോദ്യങ്ങൾ. നോക്കുക, ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. സാധാരണ നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടില്ലേ? ആ ഫോർമാറ്റിൽ നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? ഞാൻ ചുരുക്കി പറയാം, എഴുതി കാണിക്കൊന്നുമില്ല, ഒന്ന് പറയാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസന്റ് ആണെങ്കിൽ ഈസ്, ആറ്, ആം അല്ലേ. അതുപോലെ തന്നെ പ്ലൂരല്, പ്രസന്റിന്റെ പ്ലൂരൽ ആണെങ്കിലോ ആറ് പ്ലൂരലിന്. പിന്നെ അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിലോ നമ്മൾ ഈസ് ബീയിങ്, ആർ ബീയിങ്, ആം ബീയിങ് ഒക്കെ ചേർക്കും. ഇനി പെർഫെക്റ്റ് ആണെങ്കിലോ ഹാസ് ബീനോ, ഹാവ് ബീനോ. അതുപോലെ തന്നെ പാസ്റ്റ് ആണെങ്കിലോ വാസ് അല്ലെങ്കിൽ വേറ് പ്ലസ് V3. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ വാസ് ഓർ വേർ പ്ലസ് ബീയിങ്. ഇനി
പെർഫെക്റ്റ് ആണെങ്കിലോ പാസ്റ്റ് ഹാഡ് ബീൻ. ഇനി ഫ്യൂച്ചർ ആണെങ്കിലോ വിൽ ബി. ഇവിടെ ചോദ്യമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ ഓക്സിലറി ഏറ്റവും തുടക്കത്തേക്ക് വരും. ഓക്സിലറി ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് ഓക്സിലറി വെച്ചാവും കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കി നോക്കാം, ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നോക്കൂ. ഡസ് ഹി റൈഡ് ദിസ് ഹോഴ്സ്? ഡസ് ഹി റൈഡ് ദിസ് ഹോഴ്സ്? അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും ഇത് സിമ്പിൾ പ്രസന്റാ. അതായത് സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കേണ്ട ഓക്സിലറി ഏതാ? സബ്ജക്റ്റ് നോക്കണം. അതായത് ഇവിടെ ദിസ് ഹോഴ്സ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആ ദിസ് ഹോഴ്സ് സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വന്നു സ്റ്റാർട്ടിങ്ങിലേക്ക്. ദിസ് ഹോഴ്സ്, ആ ഹോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറി എഴുതണം. ഏത്? ദിസ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഇതിന്റെ ടെൻസ് പ്രസന്റും ആണ്. അപ്പൊ ഈസ്. ഇനി സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ ദിസ് ഹോഴ്സ് ഈസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് ചോദ്യം ആയതുകൊണ്ട് ആ ഈസ് ആ സബ്ജക്റ്റിന്റെ മുന്നിലേക്ക് വരണം ചോദ്യമാകുമ്പോൾ. അതാണ് ഒരു മാറ്റം. അപ്പൊ ആൻസർ ഇങ്ങനെ വരിക, ഈസ് ദിസ് ഹോഴ്സ്. സാധാരണ ദിസ് ഹോഴ്സ് ഈസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഇത് ഇൻട്രോഗേറ്റീവ് ആണ് ചോദ്യമായതുകൊണ്ട് ഈസ് ദിസ് ഹോഴ്സ്. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ രൂപം റൈഡിന്റെ റിട്ടൺ. ഇനി സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കി എഴുതുക ബൈ ഹിം. ഓക്കെ ആണല്ലോ. അടുത്തൊരു എക്സാമ്പിള്, ഡു ദ പോലീസ് അറസ്റ്റ് ദ കൾപ്രിറ്റ്സ്? പോലീസ് കൾപ്രിറ്റ്സിനെ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതും പ്രസന്റ് ആണ്. ഈസ് ആറ് ആം ഓക്സിലറി അതാണ് പ്രസന്റ് ആണെങ്കിൽ. അപ്പോ ഇതിലെ ഒബ്ജക്റ്റ് ദ കൾപ്രിറ്റ്സ് എന്നുള്ളതാണ്. ദ കൾപ്രിറ്റ്സ് ഇത് പ്ലൂരലാണ്. ഈ കൾപ്രിറ്റ്സ് നമ്മൾ ആദ്യം എഴുതി വെച്ചു, അതിന് മുൻപ് എഴുതണം. അത് കഴിഞ്ഞിട്ടല്ല ഓക്സിലറി ചോദ്യമായതുകൊണ്ട്. അപ്പൊ ഇത് ബഹുവചനമായതുകൊണ്ട് ഇതിന്റെ മുന്നിൽ ആറ് എഴുതണം. അതെങ്ങനെ വരിക? ആർ ദ കൾപ്രിറ്റ്സ്. ഇനി വെർബിന്റെ മൂന്നാമത്തെ രൂപം അറസ്റ്റഡ് ബൈ ദ പോലീസ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ബൈ ദ പോലീസ്. ഓക്കെ. ഇനി ഡിഡ് വെച്ച് തുടങ്ങുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ പാസീവ്ക്ക് മാറ്റുമ്പോൾ ഡിഡ് വെച്ച് തുടങ്ങുന്നത്. ഇനി ഡിഡ് വെച്ച് തുടങ്ങുന്നതായി കഴിഞ്ഞാലും സെയിം സംഭവം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ നോക്കൂ. ഡിഡ് ഹി വിൻ ദ പ്രൈസ്? ഒറ്റ കാര്യം നോക്കണം, ഇത് പാസ്റ്റ് ആകുന്നുള്ളൂ. നേരത്തെ ചെയ്ത പ്രസന്റ് ആണോ? ഇത് പാസ്റ്റ് ആണ് കേട്ടോ. ഡിഡ് ഹി വിൻ ദ പ്രൈസ്? അപ്പൊ ഇവിടെ നമ്മളെ സാധ്യത വാസോ വേറോ തുടക്കത്തിൽ കൊടുക്കണം. ഇനി ഡിഡ് ഹി വിൻ ദ പ്രൈസ് ഒബ്ജക്റ്റ് ഏതാ? ദ പ്രൈസ്. ദ പ്രൈസിനെ സബ്ജക്റ്റ് ആക്കൂ. ഇനി ആ സബ്ജക്റ്റിന്റെ മുൻപില്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടല്ല ചോദ്യമല്ലേ, സബ്ജക്റ്റിന്റെ മുൻപില് വാസോ വേറോ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ദ പ്രൈസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? സിംഗുലർ, അതുകൊണ്ട് വാസ് കൊടുക്കുക. വാസ് ദ പ്രൈസ്. ഇനി വെർബിന്റെ മൂന്നാമത്തെ രൂപം വിന്നിന്റെ വൺ. വൺ. ഇനി സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതുക ബൈ ഹിം. ആൻസർ ഒന്നിച്ചു വായിക്കാം. വാസ് ദ പ്രൈസ് വൺ ബൈ ഹിം. ഇനി നോക്കുക അടുത്ത എക്സാമ്പിൾ. ഡിഡ് ഹി കുക്ക് ദ ഫുഡ്? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മളുടെ ഫുഡിന്റെ മുന്നിൽ എന്ത് എഴുതണം? ഓക്സിലറി. കാരണം എന്താ? ചോദ്യല്ലേ. അപ്പൊ ഒരിക്കലും ദ ഫുഡ് വാസ് എഴുതരുത്. ചോദ്യമാകുമ്പോൾ ഓക്സിലറി മുന്നിലേക്ക് വരണം. അപ്പൊ വാസ് ദ ഫുഡ് കുക്ക്ഡ് ബൈ ഹിം. വാസ് ദ ഫുഡ് വെർബിന്റെ V3 കുക്ക്ഡ്. വാസ് ദ ഫുഡ് കുക്ക്ഡ് ബൈ ഹിം. ഇനി ഹാസോ ഹാവോ വരുന്ന കേസ്, ഹാസോ ഹാവോ വരുന്ന കേസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹാസോ ഹാവോ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് ഹാസോ ഹാവോ ഏതാണെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് കൊടുക്കുക, പ്ലൂരൽ ആണെങ്കിൽ ഹാവ് കൊടുക്കുക. അത് തുടക്കത്തിൽ വരണം ഹാസോ ഹാവോ. അതിനുശേഷം ഒബ്ജക്റ്റ്, പിന്നെയാണ് ബീന് വരേണ്ടത്. തുടക്കത്തിൽ തന്നെ ഹാസോ ഹാവോ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ബീന് ചേർക്കരുത്.
ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ഒബ്ജക്റ്റ് ആക്കരുത്. ഒരു എക്സാമ്പിൾ നോക്കാം, ഒന്ന് നോക്കി നോക്കൂ. ഹാസ് ഷീ അറേഞ്ച്ഡ് ദ മീറ്റിംഗ്. ഹാസ് ഷീ അറേഞ്ച്ഡ് ദ മീറ്റിംഗ്, ഏതാ ഇതിൽ ഒബ്ജക്റ്റ്? ദ മീറ്റിംഗ് അല്ലേ? അപ്പൊ ദ മീറ്റിംഗിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കി എഴുതി. സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? സിംഗുലർ. അതുകൊണ്ട് ദ മീറ്റിംഗിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഹാസ് എഴുതണം, ക്യാപിറ്റൽ ലെറ്റർ എച്ച്. അപ്പൊ എന്താ വരിക? ഹാസ് ദ മീറ്റിംഗ് തുടക്കത്തിലേക്ക് വന്നു, പിന്നെയാണ് നമ്മൾ ബീൻ എഴുതേണ്ടത്. ഹാസ് ദ മീറ്റിംഗ് ബീൻ, ശേഷം V3 അറേഞ്ച്ഡ് ബൈ സബ്ജക്റ്റ് ബൈ ഹെർ. ഹാസ് ദ മീറ്റിംഗ് ബീൻ അറേഞ്ച്ഡ് ബൈ ഹെർ. അടുത്തത് നോക്കൂ. ഹാസ് ഷീ കംപ്ലീറ്റഡ് ദ വർക്ക്. സബ്ജക്റ്റ് ഏതാ? ദ വർക്ക്. ആ വർക്കിന്റെ മുന്നിൽ ഹാസ് കൊടുക്കുക. ഹാസ് ദ വർക്ക് ബീൻ കംപ്ലീറ്റഡ് ബൈ ഹെർ. സബ്ജക്റ്റ് ഷീനാണ്, ബൈ ഹെർ. ഇനി ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ഹു. ഹു എന്നുള്ളത് കൊണ്ട് വരുന്ന ചോദ്യങ്ങൾ ഹു കേട്ടോ, ഹു മാത്രം. ഇവിടെ ശ്രദ്ധിക്കുക, ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഹു ഉണ്ടെങ്കിൽ അതിനെ ബൈ ഹൂം എന്നാക്കിയിട്ട് ആദ്യം എഴുതാം. ബാക്കി നമ്മൾ ടെൻസിന്റെ റൂൾ നോക്കിയിട്ടാണ് എഴുതാം. അവ ഹൂ എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ ഹൂ എന്നുള്ളതിനെ ബൈ ഹൂം എന്ന് ആദ്യം എഴുതണം, അവസാനമല്ല. എക്സാമ്പിൾ നോക്കൂ. ഹൂ മെയ്ഡ് ദാറ്റ് നോയിസ്. ആരാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്? ടെൻസ് ഏതാ? പാസ്റ്റ്. അപ്പൊ ഇവിടെ ഏതാ വേണ്ടത്? വാസ് അല്ലേ? അപ്പൊ നോക്കൂ, ഹൂ എന്നുള്ളതിനെ ബൈ ഹൂം, അതവിടെ കഴിഞ്ഞു. ബൈ ഹൂം. ഇനി നിങ്ങൾ നോക്കേണ്ടത് അതവിടെ കിടക്കട്ടെ. ഇനി നിങ്ങൾ സെന്റൻസിന് നോക്കുക. നമ്മൾ ആദ്യം എഴുതേണ്ടത് ഏതാ? ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് ഏതാ? ദാറ്റ് നോയിസ്. സിംഗുലറാ പ്ലൂരലാ? സിംഗുലർ. അപ്പോ വാസ്. ഇവിടെ ശ്രദ്ധിക്കുക, നോയിസ് വാസ് എന്നല്ല, ചോദ്യമായത് കൊണ്ട് ആ നോയിസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മുന്നിൽ എഴുതണം ഏത്? വാസ്. മറക്കരുത് കേട്ടോ. സാധാ രീതിയിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വാസ് എഴുതാറെങ്കിൽ ചോദ്യമായത് കൊണ്ട് ബൈ ഹൂം വാസ് ദ നോയിസ്. ഇനി വെർബിന്റെ മൂന്നാമത്തെ രൂപം ഏതാണത്? മെയ്ഡ് അല്ലേ? ബൈ ഹൂം വാസ് ദാറ്റ് നോയിസ് മെയ്ഡ്. അടുത്തത് ഹൂ ബ്രോക്ക് ദാറ്റ് വിൻഡോ. അത് പാസ്റ്റ് ആണ്. ബ്രേക്ക്, ബ്രോക്ക്. തുടക്കത്തിൽ കൊടുത്തോളൂ. ബൈ ഹൂം. സബ്ജക്റ്റ് ഏതാ? ദാറ്റ് വിൻഡോ. ആ ദാറ്റ് വിൻഡോ സിംഗുലർ ആണ്, സെന്റൻസ് പാസ്റ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ മുന്നില് ബൈ ഹൂം കഴിഞ്ഞിട്ട് വാസ് കൊടുക്കുക. അപ്പൊ ബൈ ഹൂം വാസ് ദാറ്റ് വിൻഡോ. ബ്രോക്കിന്റെ തേർഡ് ഫോം ബ്രോക്കൺ. ഇനി അടുത്തത് ഹൂ പെയിന്റഡ് ദിസ് ഡോർ. ബൈ ഹൂം. സബ്ജക്റ്റ് ഏതാ? ദിസ് ഡോർ. സിംഗുലർ ആണ്, അതിന്റെ മുന്നിൽ വാസ് കൊടുക്കണം. ബൈ ഹൂം വാസ് ദിസ് ഡോർ പെയിന്റഡ്. അപ്പോ ചോദ്യങ്ങൾക്കൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല, പാസീവില് ചോദ്യങ്ങൾക്കൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. എല്ലാ ചോദ്യങ്ങൾക്കും ക്വസ്റ്റ്യൻ മാർക്ക് വേണം, മറക്കരുത്. ഇനി അടുത്ത് നമ്മൾ ഇത്രയും പറഞ്ഞത് ഹൂ എന്നുള്ളതാ. ഇനി അതല്ലാത്ത ക്വസ്റ്റ്യൻ വേർഡ്സ്. ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് വാട്ട്, വേർ, വെൻ, വൈ ആൻഡ് ഹൗ. നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് യു ബൈ ദിസ് കമ്പ്യൂട്ടർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, ആ വെന്ന് അതുപോലെ കൊടുക്കുക, ഭയൊന്നും ഇടണ്ട. വെന്ന് അവിടെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി നോക്കുക. എന്താ ബാക്കി? ഡിഡ് യു ബൈ ദിസ് കമ്പ്യൂട്ടർ. യു ബൈ ദിസ് കമ്പ്യൂട്ടർ അല്ലെ? ഡിഡ് യു ബൈ ടെൻസ് ഏതാ? പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് വന്നാൽ ഓക്സിലറി ഏതാ? വാസ് അല്ലെ? ചോദ്യമാകുമ്പോ എവിടെ വരണം? ഏറ്റവും തുടക്കത്തിൽ വരണം. അപ്പൊ വെൻ അവിടെ കിടക്കുന്നുണ്ട്, പിന്നെ വാസ് അല്ലേ? നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ഡിഡ് യു ബൈ ദിസ് കമ്പ്യൂട്ടർ. സബ്ജക്റ്റ് ഏതാ? ദിസ് കമ്പ്യൂട്ടർ എന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരും. ദിസ് കമ്പ്യൂട്ടർ സിംഗുലർ ആണ്, സോ വാസ് കറക്റ്റ് ആണ്.
പ്ലൂരൽ ആണെങ്കിൽ ദീസ് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ വേറെ കൊടുക്കണം. ഇവിടെ ദിസ് കമ്പ്യൂട്ടർ, സോ വാസ്. വെൻ വാസ് ദിസ് കമ്പ്യൂട്ടർ, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ രൂപം ബോട്ട്. അടുത്തത് വേർ ഡിഡ് ഷീ കീപ് ദ ബ്ലാങ്കറ്റ്. ആൻസർ എങ്ങനെ വരിക? ദ ബ്ലാങ്കറ്റ് ആണ് എന്ത്? ദ ബ്ലാങ്കറ്റ് ആണ് എന്ത്? സബ്ജക്റ്റ്. ദ ബ്ലാങ്കറ്റ് ആണ് എന്ത്? സബ്ജക്റ്റ്. അപ്പൊ അത് സിംഗുലർ ആണ്. ആൻസർ എങ്ങനെ വരിക? വേർ വാസ് ദ ബ്ലാങ്കറ്റ് കെപ്റ്റ്. അടുത്തത് വാട്ട് ഈസ് ഷീ ഡൂയിങ്. വാട്ട് ഈസ് ഷീ ഡൂയിങ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അതായത് ഇവിടെ ആൻസർ എങ്ങനെ വരിക? ഇവിടെ കണ്ടിന്യൂസ് ആണ് അല്ലെ? വാട്ട് ഈസ് ഷീ ഡൂയിങ്. അപ്പൊ നോക്കൂ, ആൻസർ വരുന്നത് ഇവിടെ വാട്ട് ഈസിന് എന്തില്ല? മാറ്റമില്ല. ഉണ്ടോ? വാട്ട് ഈസ് നോക്കുക, അതായത് ഈസ് പ്ലസ് ബീയിങ് ing രൂപത്തിൽ എന്തെന്നെയാ വരിക? ബീയിങ് തന്നെയാണ് വരിക. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഈ വാട്ട് ഈസ് വരുമ്പോ ആ ഒരു കേസില് അതായത് ആ വാട്ട് തന്നെയാണ് എന്തായിട്ട് വരുന്നത്? സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് വാട്ട് ഈസ് ബീയിങ്, ബീയിങ്ങിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപം ഡൺ, പിന്നെ സബ്ജക്റ്റ് ഏതായിരുന്നു? ഷീ. ആ ഷീ എന്നുള്ള ഒബ്ജക്റ്റ് ആക്കിയിട്ട് എഴുതുക ഡൺ ബൈ ഹർ. നോക്കൂ, വാട്ട് ഈസ് ബീയിങ് ഡൺ ബൈ ഹർ. പിന്നെ അടുത്തത് വൈ ഡിഡ് ദ ടീച്ചർ പണിഷ് യു. വൈ അവിടെ നിൽക്കട്ടെ. ഇവിടെ എങ്ങനെ വരിക? ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? യു. സബ്ജക്റ്റ് ആയി വരും. യു എന്നുള്ളത് പ്ലൂരൽ ആണ്. അപ്പൊ വാസ് പറ്റില്ല, വേർ വേണം. അപ്പോ വൈ വേർ യു, പിന്നെ V3 പണിഷ്ഡ്, പിന്നെ സബ്ജക്റ്റ് ബൈ ഇട്ട് എഴുതുക. അപ്പൊ എങ്ങനെ മൊത്തത്തിൽ വരിക? വൈ വേർ യു പണിഷ്ഡ് ബൈ ദ ടീച്ചർ. വൈ വേർ യു പണിഷ്ഡ് ബൈ ദ ടീച്ചർ? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതോടുകൂടി ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട ശേഷം എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.